ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ കാളപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്ലിന്ത് ബീമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലിന്ത് ബീമിൻ്റെ ചെക്കിങ്ങിന് വരുമ്പോൾ എന്തെല്ലാം പോയിൻറ്റ്സാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് 4000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് കാർ പോർച്ച്. നോർത്ത് ഓറിയൻറ്റേഷനായിട്ടാണ് പ്രൊജക്റ്റ് നമുക്ക് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതാണ് റോഡ്. ഓക്കെ, അപ്പോൾ റോഡെന്നതിൽ നമുക്ക് ഏകദേശം ഈ ഒരു പ്രൊജക്റ്റിൽ 23 കോളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോളം ബീം സ്ട്രക്ചറായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പ്ലിന്ത് ബീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടാവും, ഇതേപോലുള്ള ഡ്രോയിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലിന്ത് ബീം, അതായത് ടോട്ടൽ സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മണ്ണിൻ്റെ സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ കോളം, അതിൻ്റെ സൈസ്, റൂമിൻ്റെ സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബേസ് ചെയ്തിട്ടാണ് IS സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഈ ഒരു കോളം ബീം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലിന്ത് ബീം ലേഔട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് PB1, PB2, PB3. ഇപ്പോൾ PB1 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ട്രക്ചറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിന്ത് ബീം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് പോലെയാണ് പ്ലിന്ത് ബീം എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. കാരണം ഫുള്ള് ലോഡ്, നമ്മുടെ വീടിൻ്റെ ഫുള്ള് ലോഡ് വന്ന് ആക്ട് ചെയ്യുന്നത് പ്ലിന്ത് ബീമിലാണ്. അപ്പോൾ പ്ലിന്ത് ബീമാണ് ഡയറക്റ്റ് ഈ ഒരു കോളത്തിലോട്ട് കണക്ട് ചെയ്ത് സോയിലിലോട്ട് ഈ ഒരു വെയ്റ്റിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പ്ലിന്ത് ബീം കറക്റ്റായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ക്രാക്ക് വരാനുള്ള ചാൻസ്, അതേപോലെ ഇരുന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്ലിന്ത് ബീം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിൽ നമ്മളിവിടെ പ്ലിന്ത് ബീം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഡ്രോയിങ്ങിൽ 450 ആണ് കൊടുത്തിരിക്കുന്നത്. 312 മേലും താഴെ 316 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 8 mm അറ്റ് 150 mm CC. അതായത് അതിൻ്റെ CC എന്ന് പറയുന്നത് ഈ ഒരു ഇതിൻ്റെ സൈസിനെയാണ് നമ്മൾ CC എന്ന് പറയുക. അതായത് 8 mm ഗ്യാപ്പിൽ, അത് സ്ട്രിപ്സ്, അതിൽ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ ഒരു കോളത്തിനോട് ചേർന്ന് വരുന്നതിൽ ടൈ നമ്മൾ അടുപ്പിച്ചിടും. അപ്പോൾ ഇതിൻ്റെ സൈസ് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നതിൽ 450 നമ്മൾ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റീല് 16 താഴെയും 312 മേലെയാണ് കൊടുത്തിരിക്കുന്നത്. 8 mm സ്റ്റിറപ്പ് അറ്റ് 15 CC ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, അതായത് സുപ്രീം എക്സലൻസിനെയാണ് പെർഫെക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു പ്ലിന്ത് ബീമിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലൈന് കറക്റ്റ് ലൈനിലായിരിക്കണം. അത് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം 90 ഡിഗ്രിയാണ് വരുന്നത്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ലൈൻ. നമ്മൾ കോളം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്റർ, അതാണ് കോളം എന്ന് പറയുന്നത്. കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കാറ്. ഓക്കെ, അപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ 240 × 450 ആണ് കോളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. കോളത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 240, ഡെപ്ത് എന്ന് പറയുന്നത് 450 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ, നമ്മൾ ഇത് കോളത്തിൻ്റെ സൈസ് എല്ലാം കൊടുത്തിരിക്കുന്നത് 200 × 200, 200 × 400. അങ്ങനെ ആ ഒരു സ്പെസിഫിക്കേഷനിലാണ് ഇവിടെ കോളത്തിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽസ് എല്ലാം 16 mm സ്റ്റീൽസും വന്നിട്ടുണ്ട്, അതേപോലെ 12 mm സ്റ്റീൽസും വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിറപ്സിൻ്റെ CC എന്ന് പറയുന്നത് 150 തന്നെയാണ് നമ്മൾ ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ലാപ്പിംഗ് ആയത് കാരണം കൊണ്ടാണ് ഇത്ര ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റീൽ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട്, അതായത് പ്ലോട്ടിൻ്റെ നമ്മുടെ ഈ ഒരു സോയിൽ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്ലിന്ത് ബീമിൻ്റെ ഹൈറ്റ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ പ്ലിന്ത് ബീമിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ സോയിൽസ് എല്ലാം റാം ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ 8 ഇഞ്ചിൻ്റെ ബ്ലോക്കാണ്, സിമെൻറ്റ് ബ്ലോക്കാണ് നമ്മൾ താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഈ സിമെൻറ്റ് ബ്ലോക്കിന് പകരം നമുക്ക് PCC വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ PCC ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ് പോലെയാണ് PCC ആക്ട് ചെയ്യുക. PCCനെക്കാട്ടും കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കൂടുതലാണ് ഇതേപോലെയുള്ള സിമെൻറ്റ് ബ്ലോക്ക് വെച്ച് ചെയ്യുന്ന സമയത്ത്, കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത്ത്. നമ്മൾ പ്ലിന്ത് ബീം ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ലൈന് ലെങ്ത്ത് നമ്മുടെ ഡ്രോയിങ് പ്രകാരം ഈ ഒരു പ്ലിന്ത് ബീമിൻ്റെ സ്റ്റീൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതേപോലെ അതിൻ്റെ സപ്പോർട്ടുകൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇതിലിപ്പോൾ സപ്പോർട്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷട്ടറിങ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ
ഇവർ 16mm സ്റ്റീലാണ് സപ്പോർട്ട് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട്, അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പിൻവാളാണ് ആക്ച്വലി. അപ്പോൾ പിൻവാളിനും അതേ ലൈൻ നമ്മൾ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും പിൻവാളിന് നമുക്ക് ഈ ഒരു പ്ലിന്ത് ബീമിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ്. ഡിസൈനിൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, സൺഷെയ്ഡ് നമുക്ക് കവറായി വരുന്നുണ്ടോ, ബ്ലോക്ക് വർക്ക് വരുന്നുണ്ടോ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പിൻവാൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇവിടെ പ്ലിന്ത് ബീം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വൈബ്രേഷനും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലിന്ത് ബീം ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഡ്രോയിങ് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം സപ്പോർട്ടുകൾ ചെക്ക് ചെയ്തു. പിന്നെ നമുക്ക് അതിൽ കവറിങ് ബ്ലോക്ക് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. കവറിങ് ബ്ലോക്ക് വെച്ചെങ്കിൽ മാത്രം നമുക്ക് ആ ലൈൻ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കോളം ടു കോളം സെൻറ്ററിൽ നമുക്ക് ബെൻഡ് ഇല്ലാതെ കിട്ടണമെങ്കിൽ കവറിങ് ബ്ലോക്ക് കിട്ടണം. അതേപോലെ കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് ഇതെല്ലാം നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെ ഏരിയ എല്ലാം നനച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അവർ കോൺക്രീറ്റിംഗ് പോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിംഗ് ഇത് കോയമ്പത്തൂർ ഏരിയ ആയത് കാരണം കൊണ്ട് നമുക്ക് റിവർ സാൻഡാണ് കോൺക്രീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 20mm മെറ്റൽ, അൾട്രാടെക് സിമെൻ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഓരോ സൈറ്റിനനുസരിച്ചിട്ടും മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എല്ലാം കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടും ഈ ഒരു സ്പെസിഫിക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് M20 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്ലിന്ത് ബീം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.